ദുരന്തം, ദ റിയൽ ലൈഫ് സ്റ്റോറി. बहुत साल पहले किसी ने मुझसे कहा था पड़ोस में रहते हैं, लेबर का जोर लगा लो, बिगाड़ लो जो बिगाड़ सकते हो. ഈ സിനിമ മെയിനായിട്ട് സർക്കിൾ ചെയ്യുന്നത് രണ്ടുപേരെയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയി 7 വർഷത്തോളം അവിടെ അണ്ടർ കവറായി നിന്ന് അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഇന്റലിജൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് ജീവനോടെ നിന്ന് തിരിച്ചു വന്ന ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് കുമാർ ദോവലിന്റെയും പിന്നെ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായ ഹിസ്ബുള്ള മുജാഹിദിന്റെ 2 തലവന്മാരെ കൊന്ന് തിരിച്ചു വന്ന മേജർ മോഹിത് ശർമ്മയുടെയും കഥയാണ് ദുരന്തം. അജിത് കുമാർ ഡോവലിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ നടന്ന തലശ്ശേരി കലാപത്തെ പറ്റി പറയണോ. 1971 നടന്ന ഒരു ഘോഷയാത്രക്കിടെ മുസ്ലിം യുവാവ് ഒരു ചെരിപ്പെറിഞ്ഞ് എന്നുള്ളൊരു ചെറിയ കാരണത്തെ ചൊല്ലി ചെറിയൊരു സംഘർഷമായിരുന്നു ഒരാഴ്ചയോളം നീണ്ടുനിന്ന വലിയൊരു സംഘർഷമായി മാറി. ഈ കലാപത്തിൽ അനേക വീടുകൾക്കും ആളുകൾക്കും പരിക്കേറ്റു. ആ കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അജിത് കുമാർ ഡോവലിനെ ഈ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടി തലശ്ശേരിയിലേക്ക് വിട്ടു. അജിത് കുമാർ ഡോവൽ അവിടുത്തെ കലാപത്തെ വളരെ സ്കിൽഫുൾ ആയ രീതിയിൽ പ്രോബ്ലം സോൾവിങ്ങിലൂടെ ആ കലാപത്തെ നിയന്ത്രിച്ചുകൊണ്ടു. ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പതിയെ പരിഹാരങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അജിത് കുമാർ എന്ന പേർ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ തലശ്ശേരി നിൽക്കുമ്പോഴാണ് അജിത് കുമാറിന് ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ള കോൾ വരുന്നത്. 1998 മുതൽ 2000 വരെ ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു ഹിസ്ബുള്ള മുജാഹിദ്. ഇവരുടെ നിരന്തരമായുള്ള അറ്റാക്ക് മൂലം ഇവർക്കൊരു അറുതി വരുത്തണമെന്ന് ഇന്ത്യൻ ഏജൻസിക്ക് തോന്നുകയുണ്ടായി. അങ്ങനെയാണ് ഓപ്പറേഷൻ ഇഫ്തിഖാർ ബട്ട് സ്റ്റാർട്ടായത്. ഈ ഓപ്പറേഷൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്ക് അകത്ത് കയറി അതിലകത്ത് തന്നെ അവരെ ഛിന്ന ഭിന്നമാക്കുക എന്നുള്ളതാണ്. ഈ ടാസ്കിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മേജർ മോഹിത് ശർമ്മ. മോഹിത് ശർമ്മ ഇതിനു വേണ്ടി അവരുടെ കൾച്ചർ പഠിച്ചു, അവരുടെ പോലെയുള്ള ലുക്കാക്കി, അവരുടെ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ അവരെ പോലെ ഒരാളായി. അദ്ദേഹത്തിൻ്റെ മാപ്പ് റീഡ് ചെയ്യാനും ടെറൈൻസ് റീഡ് ചെയ്യാനുള്ള കഴിവ് മൂലം ഹിസ്ബുള്ളയിലെ കമാൻഡറായിട്ടുള്ള അബൂ സബ്സറിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ദിവസം മേജർ മോഹിത് ശർമ്മയുടെ നേരെ തോക്കുകൾ ചൂണ്ടി ഇവർ ചോദിച്ചു, നീ ഇന്ത്യക്കാരനാണോ അതോ ഞങ്ങളുടെ ഒരാളാണോ? ആ ചോദ്യത്തിൽ മോഹിത് ശർമ്മയുടെ മറുപടി, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊന്നോളൂ എന്നാണ്. ആ മറുപടിയിൽ അവർ വിശ്വസിക്കുകയും അവരുടെ തോക്ക് താത്തപ്പോഴേക്കും മേജർ മോഹിത് ശർമ്മ തങ്ങളുടെ പിസ്റ്റലെടുത്ത് അവരെ 2 പേരെയും അപ്പം തന്നെ ഷൂട്ട് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ജീവനോടെ തന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. ഈ 2 പേരുടെയും ലൈഫ് സ്റ്റോറി വെച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മേജർ മോഹിത് ശർമ്മ ഇപ്പം നമ്മളോട് കൂടെ ഇല്ല. 2009 ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിന് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ഈ സിനിമയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക.